ഹായ് ഫ്രണ്ട്സ്, അമ്മ മനസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യം ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ചന്ദ്രിക സിദ്ധുവിൻ്റെ മുറിയിലേക്ക് വന്നിട്ടാണുള്ളത്. സിദ്ധുവിനെ വിളിക്കാൻ വേണ്ടി മഹേന്ദ്രൻ സാർ പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ചന്ദ്രിക വന്നത് സിദ്ധു വിചാരിച്ച് ചന്ദ്രിക സിദ്ധുവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. എന്നിട്ട് സിദ്ധു പറയാണ്, എന്താണെന്നറിയില്ല, മനസ്സിന് തീരെ ഒരു സമാധാനമില്ല. മലറിനെയും നിന്നെയും എങ്ങനെ പിരിഞ്ഞിരിക്കും എന്നെനിക്കറിയില്ല. മലർ എന്നോട് അമേരിക്കയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. രണ്ടുപേരും പരസ്പരം വിഷമത്തോടെ നോക്കുകയാണ്. എൻ്റെ വിഷമം കാരണം അവളെ എനിക്ക് സമാധാനിപ്പിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ വിഷമിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് ചന്ദ്രിക പറയാണ്, ഞാൻ കാരണമാണ് സാറിന് ആവശ്യമില്ലാത്ത വിഷമങ്ങളൊക്കെ. ഞാനും മലരും ആ ഗ്രാമത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്ന് സാറിന് ഇങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി സാറ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കരഞ്ഞുകൊണ്ട് പറയാണ്, അതാലോചിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം കൂടുക. പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, സത്യമായിട്ടും ചന്ദ്രികയെ എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഒരല്പം പോലും ആഗ്രഹമില്ല. മലറിനെയും നിന്നെയും വിട്ടുപിരിഞ്ഞു പോകുന്നത് എനിക്ക് മരണത്തേക്കാൾ വേദനയാണ്. നീ എന്നെ സ്വീകരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോവില്ല. ഇത് കഴിഞ്ഞ് ചന്ദ്രിക ചിന്തിക്കുകയാണ്, സാറിൻ്റെ നിഴലിൽ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കും മലറിനും ഇല്ല. എനിക്കും സാറിവിടെ നിന്ന് പോകരുത് എന്ന് പറയാനാണ് തോന്നുന്നത്. പക്ഷേ എനിക്കങ്ങനെ പറയാൻ കഴിയുന്നില്ല സാർ. സാറിൻ്റെ സ്നേഹവും എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. സാറ് ഞങ്ങളെ വിട്ട് പോകുന്നത് സാറിന് മാത്രമല്ല, അത് ഞങ്ങൾക്കും വലിയ വേദനയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. എന്താ ചന്ദ്രികെ, എന്തിനാ കരയുന്നേ? അറിയില്ല സാർ, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലില്ല. എൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീര് എനിക്ക് തടഞ്ഞു നിർത്താനും കഴിയുന്നില്ല. അത് കേട്ട് സിദ്ധുവിനോട് കരഞ്ഞുപോയി. എനിക്കറിയാം, നിൻ്റെ മനസ്സിലുള്ളത് വാക്കുകൾ കൊണ്ട് പറയാതെ കണ്ണുനീർ കൊണ്ടാണ് നീ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ. സാറിനെ മഹേന്ദ്രൻ സാറ് വിളിക്കുന്നുണ്ട്, താഴേക്ക് വരാൻ പറഞ്ഞു. അത് പറഞ്ഞ് ചന്ദ്രിക പോകാനൊരുങ്ങാണ്. അപ്പോൾ സിദ്ധു വീണ്ടും വിളിക്കുകയാണ്, ചന്ദ്രികയെ, നീ മറ്റൊന്നും പറയാൻ വന്നതല്ലേ? അപ്പോൾ മഹേന്ദ്രൻ അങ്കിൾ വിളിച്ചെന്ന് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ഞാനെന്തോ നീ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. സാർ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം സാർ. പക്ഷേ എനിക്കിപ്പോൾ ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല സാർ. എന്നോട് ക്ഷമിക്കണം സാർ. സാറ് എനിക്കും മലറിനും വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് പകരം എൻ്റെ ജീവൻ പോലും ഞാൻ സാറിന് തരും. പക്ഷേ സാറ് പ്രതീക്ഷിക്കുന്ന ഒന്ന് മാത്രം എനിക്ക് തരാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ സാറ് മനസ്സിലാക്കണം. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചന്ദ്രിക അവിടെ നിന്ന് പോയി. ചന്ദ്രിക പിന്നെ അവളുടെ വീട്ടിൽ പോയിട്ട് ഒരിടത്തിരുന്നിട്ട് ഓരോന്നും ആലോചിച്ച് കൂട്ടുകയാണ്. സിദ്ധു ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ, നിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം സാർ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കണം സാർ, എനിക്ക് ഈ അവസ്ഥയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ സാറിനെ സ്വീകരിച്ചാൽ ഈ സമൂഹം എന്നെ മോശമായിട്ട് ചിത്രീകരിക്കും. സാറ് വളരെ നല്ലയാളാണ്. സാറിൻ്റെ ഈ സ്നേഹത്തിന് നല്ലൊരു ജീവിതം കിട്ടും. എനിക്ക് വേണ്ടി സാറ് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ പാടില്ല. ഞാൻ സാറിൻ്റെ സ്നേഹത്തിന് അർഹതയില്ലാത്തൊരു ഭാഗ്യദോഷിയാണ്. അപ്പോഴാണ് മലർ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വീട്ടിലേക്ക് കയറുന്നത്. അവൾ കാണുന്നതും കരഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നതാണ്. കരഞ്ഞുകൊണ്ട് മലർ ചോദിക്കുകയാണ് ചന്ദ്രികയോട്, അമ്മേ, സിദ്ധു ഇവിടെ നിന്ന് പോവുകയാണോ അമ്മേ? എടാ, എന്തിനാ അമ്മേ സിദ്ധു പോകുന്നേ? അദ്ദേഹത്തിന് പുതിയൊരു ജോലി കിട്ടി. ഇനി എപ്പോഴാ അമ്മേ സിദ്ധു തിരിച്ചു വരിക? അദ്ദേഹം ഇനി തിരിച്ചു വരുമെന്ന് അറിയില്ലടാ. സിദ്ധു ഇവിടെ നിന്ന് പോവാൻ പാടില്ലമ്മേ. സിദ്ധുവിനെ പോവാൻ സമ്മതിക്കില്ലമ്മേ. ഞാൻ പോയി സിദ്ധുവിനോട് സംസാരിക്കാം. സിദ്ധു ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ മടക്കി വെക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ തന്നെ നോക്കിയേക്കാണ്. ചന്ദ്രികയെ വരച്ചു വെച്ച കുറേ ചിത്രങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് അതിൽ വെക്കുകയാണ്. ചന്ദ്രികയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, ചന്ദ്രികയെ, ഇനിയും നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ അമേരിക്കയിലേക്ക് പോകും. ഇനി എന്നെക്കൊണ്ട് നിനക്ക് ഒരു ശല്യവും ഉണ്ടാവില്ല. നിൻ്റെ മനസ്സിൽ ഞാനുണ്ട്. പക്ഷേ നിനക്കെന്നെ സ്വീകരിക്കാനാവാത്ത അവസ്ഥയാണ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചന്ദ്രികയെ. ഞാൻ കാരണം നിനക്ക് ഒരു വിഷമവും വേണ്ട. ഇനിയെങ്കിലും നീ സമാധാനമായിട്ടിരിക്കെ. അപ്പോഴാണ് അവിടെ മേഘയും മുത്തശ്ശിയും വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, സിദ്ധു, ആ, എന്താ സിദ്ധു, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമെന്ന് തോന്നുന്നു.
മേഘ. ശരി. അമേരിക്കയിലേക്ക് പോയിട്ട് എപ്പോൾ തിരിച്ചു വരാനാണ് പ്ലാൻ? ബസ്സിലേക്ക് പോകുന്നതിനെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സത്യമാണോ? അപ്പോൾ നീ അവിടെ തന്നെ സെറ്റിലാവുമോ? തിരിച്ചിങ്ങോട്ട് വരില്ലേ? ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. പക്ഷെ എന്തോ പറയാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ മേഘ അതൊക്കെ മനസ്സിലാക്കിയിട്ടെന്നോണം പറയാണ്. എന്താ സിദ്ധാർത്ഥ് അങ്ങനെ പറയുന്നേ? എന്താ മേഘ, സിദ്ധാർത്ഥിന് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അമേരിക്കയിലേക്ക് പോകുന്നത്? അവനോട് എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയുന്നത്? ഇവിടത്തേക്കാളും സിദ്ധു അമേരിക്കയിൽ സന്തോഷമായിട്ടിരിക്കും. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്. എന്താ സിദ്ധു, ഞാൻ പറയുന്നത് സത്യമല്ലേ? അല്ല സിദ്ധാർത്ഥ്, നീ US പോകാൻ നിൻ്റെ ഫ്രണ്ടാണോ കാരണം? മേഘ ചോദിക്കാം. ഓ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? വേറെ കാരണമൊന്നുമില്ല മേഘ. നീ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് എനിക്കിപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എങ്ങനെയാ അച്ഛൻ്റെ ബിസിനസ്സും ഈ വീടും ഞങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിവേ, നീ അമേരിക്കയിലേക്ക് ചെന്ന് അവിടെ ഒരു വലിയ ബിസിനസ്മാനായിട്ട് മാറണം. എൻ്റെ വിശ്വസ്. മേഘ അവന് കൈ കൊടുക്കുകയാണ്. അപ്പോൾ അവൻ കൈ കൊടുത്തതിൽ പിടിച്ചിട്ട് പറയാണ്, താങ്ക്സ് മേഘ. മേഘ പോകാം. മേഘ സോറി മലർ പോയിട്ട് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക കഞ്ഞിയും എന്തോ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. മലർ എന്താ അമ്മേ? എഴുന്നേൽക്കടാ, കഴിച്ചിട്ട് കിടക്കാം. എനിക്ക് ഭക്ഷണം വേണ്ട. കാലത്ത് മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോടാ. എന്തെങ്കിലും കഴിക്കുമോളെ? എനിക്ക് വേണ്ട. സിദ്ധുവിനോട് പോകണ്ടെന്ന് അമ്മ പോയി പറയേ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ. നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചേ. കഴിക്കില്ല അമ്മേ. സിദ്ധു ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കൂ. എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നീ എഴുന്നേറ്റ് വല്ലതും കഴിച്ചേ. ഓ, എന്താ നല്ല ചൂടുണ്ടല്ലോ. മലർ, കുറച്ചെന്തെങ്കിലും എഴുന്നേറ്റ് കഴിക്കും മോളെ. ഞാൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. സിദ്ധുവിനോട് ഇവിടെ നിന്ന് പോവണ്ടെന്ന് പറയും. എന്തിനാടെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? സിദ്ധു സാറ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുന്നയാളല്ല. അതൊന്ന് മനസ്സിലാക്കുക നീ. ഇല്ല, അന്ന് അമ്മ പറഞ്ഞാൽ സിദ്ധു കേൾക്കും എന്ന് പറഞ്ഞല്ലോ. അമ്മ എന്താ പറയാത്തത്? സിദ്ധുവിനോട് പോവണ്ടെന്ന് പറയേ. എനിക്ക് സിദ്ധു സാറിനോട് അങ്ങനെ പറയാൻ പറ്റില്ലടാ. ദാ, നീ ആദ്യം ഈ കഞ്ഞി കഴിക്കും മോളെ. അവസാനം മലർ കഞ്ഞി കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഛർദി വന്നത്. അപ്പോൾ അവൾ ഛർദിക്കുന്നത് കണ്ട് ചന്ദ്രിക ആകെ ബേജാറായി. എന്നിട്ട് പറയാണ്, എന്ത് പറ്റി മോളെ? മോൾക്ക് എന്ത് പറ്റി? അയ്യോ, എന്താ പറ്റിയെന്നറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് മുഖമൊക്കെ കഴുകി കൊടുക്കുകയാണ്. മലർ, മോളെ, ഇന്ന് ഒന്നും കഴിക്കണ്ട. അമ്മ ഒരു കഷായം ഉണ്ടാക്കിത്തരാം. കുറച്ച് നേരം കിടക്ക്. കിടന്നോ. ചന്ദ്രിക പെട്ടെന്ന് കഷായം ഉണ്ടാക്കി മലറിനെ വിളിക്കുകയാണ്. മലർ, മോളെ എണീക്ക്, ഇത് കഴിക്ക്. ചന്ദ്രിക പിന്നെ മലറിനെ കൊണ്ട് ആ കഷായം കുടിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, ഒന്നുമില്ല മോളെ, രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും കേട്ടോ. പിന്നെ രണ്ടുപേരും പരസ്പരം പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറഞ്ഞത് ചന്ദ്രിക ഓർക്കുകയാണ്. നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്യാം. എന്നോട് ക്ഷമിക്കണം സാർ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. സാർ ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് വിളിക്കുകയാണ്. സിദ്ധു എന്ന് വിളിക്കുകയാണ് മലർ. സിദ്ധു, ഇവിടെ നിന്ന് പോവല്ലേ സിദ്ധു. അയ്യോ ഈശ്വര, സിദ്ധു എന്ന് വിളിച്ച് പുലമ്പുവാണല്ലോ ഇവള്. സിദ്ധു സാർ അമേരിക്കയിലേക്ക് പോയാൽ പിന്നെ ഇവിടെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. വീണ്ടും മലർ വിളിക്കുകയാണ്, സിദ്ധു. അപ്പോൾ ചന്ദ്രിക ഓർക്കുകയാണ്, ഒരുപക്ഷെ സിദ്ധു സാറ് പോയി കഴിഞ്ഞാൽ മലറിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്ന്. സിദ്ധു എന്ന് ഉറക്കിലിങ്ങനെ വിളിക്കുകയാണ്. ഞങ്ങൾ ഈ നാട്ടിലേക്കേ വരാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ആ നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിദ്ധു സാറിനെങ്കിലും സമാധാനമായി കഴിയായിരുന്നു. സിദ്ധു, ഇവിടെ നിന്ന് പോവണ്ട സിദ്ധു. മലർ അസുഖം പിടിച്ചൊരു കുട്ടിയെപ്പോലെ സിദ്ധു ഇവിടെ നിന്ന് പോവണ്ട സിദ്ധു എന്ന് പറഞ്ഞ് ഉറക്കിൽ ഓരോന്നും പിച്ചുമ്പയും പറയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത കാണിക്കുന്നത് സിദ്ധു ചന്ദ്രികയോട് പറയാണ്, രാവിലെ ഞാൻ നേരത്തെ എയർപോർട്ടിലേക്ക് പോകും. മലർ എഴുന്നേറ്റ് ചോദിച്ചാൽ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. സിദ്ധു പോകുന്നത് നോക്കി നിന്ന് ചന്ദ്രികയ്ക്ക് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.